മഹാഗുരുസ്തുതി. ധ്യേദ്വിസ്തൃതഭാലദീപ്തവദനം. എനിക്ക് മാത്രമല്ല, എല്ലാവരും ഗൗരോജ്വലശ്മശ്രുകം കാരുണ്യാമൃതപൂരിതാബ്ജനയനം ശ്വേതാംബരം ശ്രീകരം ചിന്മുദ്രാന്യുതദീർഘബാഹുയുഗളം പദ്മാസനസ്ഥം ഗുരും ശ്രീഭട്ടാരകതീർത്ഥപാദമമലം ശ്രീവിദ്യാധിരാജം മുനിം. അടുത്തത് ഭട്ടാരകായ നമ. ഭട്ടാരകായ നമ. ഭട്ടാരകായ നമ. ഭട്ടാരക സകല വിദ്യാവിഭൂതികര ചിന്താമണേ ശിവദ. ഭട്ടാരകായ നമ. ഇനി ആ കോവിലിനകത്തേക്ക് നോക്കുക, അവിടെ എഴുതി വെച്ചിട്ടുള്ള ആ നാല് ശ്രീവിദ്യാധിരാജം മനസാ സ്മരാമി. ശ്രീവിദ്യാധിരാജം സതതം നമാമി. ശ്രീവിദ്യാധിരാജം വിമലം ഭജാമി. ശ്രീവിദ്യാധിരാജം ശരണം പ്രജാമി. ഭട്ടാരകപ്പാന അഥവാ ശ്രീവിദ്യാധിരാജ ഭാഗവതം, ആ ഗ്രന്ഥത്തിലെ, ആ വിശിഷ്ട ഗ്രന്ഥത്തിലെ പല്ലവി. സിദ്ധവന്ദിത സർവാവതാരമേ സിദ്ധിവിദ്യാധിരാജനെ കൈതൊഴാം. ഇനി ഒരൊറ്റമൂലിയായിട്ട് 27 അക്ഷരമുള്ള സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള വിശിഷ്ട ഗ്രന്ഥം തീർത്ഥപാദ പുരാണത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ള 27 അക്ഷരമന്ത്രം. ആ ഗ്രന്ഥം അപ്രകാശിതമാണ്. പക്ഷേ 50 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഈ പവിത്രവേദിയിൽ സങ്കീർത്തന മണ്ഡപത്തിൽ വെച്ച് പ്രൊഫസർ A.V. ശങ്കരൻ സാർ ചെവിയിൽ ഓതിത്തന്ന മന്ത്രം. ഓം ഹ്രീം നമോ ഭഗവതേ സർവജ്ഞായ പ്രഭൂണാം പ്രഭവേ ശ്രീവിദ്യാധിരാജായ നമ. ഇത് 27 അക്ഷരമുള്ള മന്ത്രം. 27 ലക്ഷം ചൊല്ലിയാൽ അക്ഷരലക്ഷമാകും. ഈ 27 അക്ഷര മന്ത്രം 27 ലക്ഷം ചൊല്ലിയാൽ കുട്ടികളുടെ ആചാര്യനാണ്, ചൊല്ലി പഠിപ്പിച്ച കുട്ടികളുടെ ആചാര്യനാണ് ഈ ഇരിക്കുന്ന ജനാർദ്ദനൻ. നമുക്കൊരുമിച്ച് ചെല്ലാം. ഓം ഹ്രീം നമോ ഭഗവതേ സർവജ്ഞായ പ്രഭൂണാം പ്രഭവേ ശ്രീവിദ്യാധിരാജായ നമഃ. ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള അഷ്ടോത്തര ശതനാമസ്തോത്രമായാലും ത്രിശതീ സ്തോത്രമായാലും സഹസ്രനാമസ്തോത്രമായാലും ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുക്കുന്ന ഒരു സഭ തിരുവനന്തപുരത്തുണ്ട്. അത് ശ്രീവിദ്യാധിരാജ ധർമ്മ പ്രചാര സഭയാണ്. അടുത്ത പേജ്. ഇത് ഇന്ന് നാരായണ ഗുരുസ്വാമികളുടെ ജയന്തി ദിനം. സാധാരണ ഓണം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഇത് ഓണത്തിന് മുമ്പ് ചതയദിനം. അപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നാരായണ ഗുരുസ്വാമികൾ എഴുതിയ, പണ്ടൊക്കെ ആണെങ്കിൽ സമാധി അനുസ്മരണ ശ്ലോകം അല്ലെങ്കിൽ ചരമ ശ്ലോകം എന്ന് പറയും. ഈ ശ്ലോകം എല്ലാവരും, സ്വാമികൾ സമാധി അടഞ്ഞിട്ട് 100 വർഷം കഴിഞ്ഞു. ഇത് സമാധി ശതാബ്ദി വർഷമാണ്. അപ്പോൾ 100 വർഷവും